ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി പറ്റിയാണ്. അപ്പോൾ എന്താണ് സ്പിരിച്വാലിറ്റി, അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, സ്പിരിച്വൽ അവേക്കനിങ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ്. അപ്പോൾ ഞാനിന്നൊരു ഈ ഒരു കാര്യം ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ് എടുത്ത ഒരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ചേച്ചി എനിക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, സ്പിരിച്വലായിട്ട് ആ ഒരു വേയിൽ ജീവിക്കാനാണ് ഇഷ്ടം, അപ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു കാര്യം കേട്ടപ്പോൾ അതെൻ്റെ മനസ്സിലെങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലൂടെ പോയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഐ ക്യാൻ ഡെഫിനറ്റ്ലി അത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയുന്നത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. ഓക്കെ, എനിക്ക് എന്താണ് സ്പിരിച്വാലിറ്റി, ബേസിക്കലി എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്. ഓരോ മനുഷ്യനെയും ഭൂമിയിൽ ജനിക്കുന്നതിന് ഓരോ കാരണമുണ്ട്. ചില കർമാസ് ചെയ്യാനുണ്ട്, എങ്കിലേ നമ്മളുടെ സോളിനൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ സോൾ എന്ന് പറയുന്നത്, ആത്മാവെന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ സോളിൻ്റെ മിഷൻ എന്താണ്, അത് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ അത് പല ആൾക്കാർക്കും പലതായിരിക്കും, എല്ലാ വ്യക്തികൾക്കും ഒരേപോലെയല്ല. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സോളിൻ്റെ പർപ്പസ് എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കടമ എന്തായാലും നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ കാരണം എന്നുള്ളത് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമല്ല, ആ ഒരു പർപ്പസ് എന്താണ് നമ്മൾ കണ്ടെത്തുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കണ്ടെത്തി കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ പാത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് മാത്രമാണ്. ഓക്കെ, സ്പിരിച്വാലിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ഫേസ് മാത്രമാണ്. അപ്പോൾ ഒരു ഹയർ ഫോം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവില്ല. അതായത് സ്പിരിച്വാലിറ്റിയിലൂടെ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് വെച്ചാൽ, സ്പിരിച്വാലിറ്റിയോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് കരുതിയിട്ട് സ്പിരിച്വൽ അവേക്കനിങ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു പ്രോസസ്സാണത്. നമ്മളുടെ മൈൻഡ് കൊണ്ടും നമ്മളുടെ ബോഡി കൊണ്ടും കംപ്ലീറ്റ്ലി നമ്മൾ ട്രാൻസ്ഫോർമേഷനിലൂടെ പോകും. പിന്നെ സാധാരണ സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിൽ കണ്ടുവരുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ളൊരു ഹെവി ആയിട്ടുള്ള എനർജി നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മളെ ബോഡി മെൻ്റലിയും നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ആദ്യമൊക്കെ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, പിന്നീട് നമ്മളത് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു കോൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അതെന്താണെന്നൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതോടെ ആ ഒരു വിഷയം അവിടെ തീരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതുമാത്രമല്ല, സാധാരണ സ്പിരിച്വൽ അവേക്കനിങ് കാണുന്നത് ഒരു ബിറ്റർ പാസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ്. സാധാരണ രീതിയിൽ കാണുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും ട്രോമ, അവരുടെ എന്തെങ്കിലുമൊക്കെ ഡൗൺഫോൾസ് അനുഭവിച്ച ആൾക്കാർക്കാണ് സാധാരണ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്പിരിച്വലായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ അവർക്ക് അവരിലേക്കൊരു ഹീലിംഗ് കേപ്പബിലിറ്റിയും കൂടെ വരികയാണ്. മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ,
എന്തെങ്കിലും ഹേർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള, അത് റിലേഷൻഷിപ്പിലാവാം, പല കാര്യങ്ങൾക്കുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ട്രോമ അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അവരെ ഹീൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി സ്വാഭാവികമായിട്ടും സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിൽ കൂടെ പോയിട്ടുള്ളവർക്ക് കിട്ടും. അതാണ് കണ്ടുവരുന്ന മറ്റൊരു കാര്യം. കാരണം അവർ ഈ ഒരു സ്റ്റേജിലൂടെ പോയിട്ടുള്ളവരായതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും അറിയാം ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. അതാണ് കാര്യം. പിന്നെ ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം, അതിനുള്ള മറുപടിയിലേക്ക് ഞാൻ വരാം. അതായത് സ്പിരിച്വൽ ആവാൻ, സ്പിരിച്വൽ വഴിയിൽ ജീവിക്കാൻ വിവാഹം കഴിക്കുന്നത് ഒരു തടസ്സമാണോ എന്ന് ചോദിച്ചാൽ നോ. ഓക്കെ, അതായത് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, സെക്ഷൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടാവാം, കുട്ടികളുണ്ടാവാം, നല്ലൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകാം, എന്നാലും നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് ജീവിക്കാം. അതിനതൊരു തടസ്സമേ അല്ല. അതായത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഒരു സാഫ്രോൺ ക്ലോത്ത്സ് ഇട്ട് അല്ലെങ്കിൽ വൈറ്റ് കളർ ക്ലോത്ത്സ് ഇട്ട് ആശ്രമത്തിൽ പോയി ജീവിക്കുന്ന ഒരു അങ്ങനെ ഒരു ചിലർക്ക് അതാണ് സ്പിരിച്വാലിറ്റി. കാരണം അങ്ങനെ കംപ്ലീറ്റ്ലി അതിനകത്ത് അങ്ങ് ഇൻഡൾജായി ജീവിക്കാനാണ് ചിലർക്കിഷ്ടം. ഓക്കെ, അങ്ങനെ അല്ലാതെ നമുക്ക് ജീവിക്കാം. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. അതായത് മൈൻഡിൻ്റെയും അതുവഴി ബോഡിയുടെയും ട്രാൻസ്ഫോർമേഷൻ എല്ലാം കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ആവുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ഫാമിലി ലൈഫ് എന്തായാലും കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് തെറ്റായിട്ട് ഒന്നുമേ ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ സാധാരണ ഇതിനകത്ത്, അതായത് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം പറയാനുണ്ട്. അതായത് ഏറ്റവും ലക്ഷറീസ് ആയിട്ട് ജീവിച്ചിട്ടുള്ള, ജീവിതത്തിലെ എല്ലാ ലക്ഷറീസും അനുഭവിച്ച് എല്ലാ മെറ്റീരിയൽ സക്സസ്സും അനുഭവിച്ച് ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആവാൻ പറ്റൂ. അതൊരു ഫാക്റ്റ് തന്നെയാണ്. അല്ലെന്ന് നിങ്ങളിപ്പം വാദിക്കുന്നവരുണ്ടാവാം, പക്ഷേ ഇത് ഒരു ഫാക്റ്റാണ്. ഞാനത് പറയാനുള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, എല്ലാ മെറ്റീരിയൽ സക്സസ്സും നിങ്ങൾ അനുഭവിച്ചു എന്ന് വയ്ക്കുക. നിങ്ങളൊക്കെ അല്ലേ ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള കാറുണ്ട്, ഏറ്റവും ലക്ഷറീസ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ജീവിതമുണ്ട്, എല്ലാം ഉണ്ട്, പണമുണ്ട്, പദവിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം നേടിക്കഴിയുമ്പം ഇനി എന്താണ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം വരും. ഓക്കെ, ഞാനിതെല്ലാം കാണുന്നു, എല്ലാം ഞാൻ അനുഭവിച്ചു, ഇനി ഇതിൽ കൂടുതൽ എന്താ ഉള്ളത്? ആ ഒരു ചോദ്യത്തിന് മുന്നിലാണ്, അതെ, ആ ഒരു ചോദ്യം എല്ലാവരിലും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു ചോദ്യം ഉണ്ടാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റിയെ അതിൻ്റെ കംപ്ലീറ്റ് ഫോമിൽ അതങ്ങ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ വാസ്തവം. കാരണം ഇത് രണ്ട് ആക്സിസാണ്. അതായത് സ്പിരിച്വാലിറ്റി ഇങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെയാണ് മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേണ്ടതാണ്. ഓക്കെ, കാരണം ആ ഒരു ചോദ്യം ഉണ്ടായി ആ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അയാളെ സംബന്ധിച്ച് അയാൾ ഇനി ഓട്ടോറിക്ഷയിൽ പോയാലും ലംബോർഗിനിയിലാണ് പോകുന്നതെങ്കിലും ഒരുപോലെ ആണെന്നേ. ഓക്കെ, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും കാസ്റ്റിൻ്റെയോ റിലിജൻ്റെയോ ഒക്കെ ബേസിസിൽ ആൾക്കാരെ തരംതിരിച്ച് കാണുന്ന ഒരു അങ്ങനത്തെ എന്തെങ്കിലും മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് മാറും. നമ്മൾ ഈ ഒരു എർത്ത് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. കോസ്മിക് ലെവലിൽ ചിന്തിച്ചാൽ ഏറ്റവും തുച്ഛമായിട്ടുള്ള ഒരു ജീവനാണ് മനുഷ്യജീവൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക. നമ്മളിപ്പോൾ അതിനകത്ത് ജെൻഡർ കൊണ്ടുവരേണ്ട കാര്യമില്ല, റിലിജിയൻ കൊണ്ടുവരേണ്ട കാര്യമില്ല, കാസ്റ്റ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വേൾഡ്ലി സക്സസ് ഒന്നും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സക്സസ് ഒന്നും സ്പിരിച്വലായൊരു വ്യക്തിയെ സംബന്ധിച്ച് അതൊരു നമ്മളൊരു സർഫസ് ലെവലിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ മെറ്റീരിയൽ സക്സസ് എല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് മാറുന്നത് കൊണ്ട്
ആ വ്യക്തി ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ സക്സസ്സും ഉപേക്ഷിച്ച് ആശ്രമത്തിൽ പോയി ജീവിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അയാൾക്ക് ആ സക്സസ്സിൽ നിന്നുകൊണ്ട് തന്നെ സ്പിരിച്വൽ ആവാം, ചാരിറ്റി വർക്കുകൾ ചെയ്യാം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹേർട്ടായിട്ടുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പല രീതിയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യുക, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. അതാണ് എന്നെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.